അപ്പോൾ ഇന്ന് അമ്മ വീട്ടിലില്ലാത്തൊരു ദിവസം കണ്ടാലോ. അപ്പോൾ കാലത്ത് തന്നെ വിളക്ക് കൊളുത്തിയിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്മയാണെന്നുണ്ടെങ്കിൽ അടിച്ചൊരു തുടക്കലും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ നേരെ വിളക്ക് കൊളുത്തിൽ കഴിഞ്ഞിട്ട് പിന്നെ ദോശ ഉണ്ടാക്കാനൊക്കെ ആയിട്ടാണ് നിന്നത് കേട്ടോ. അപ്പോൾ എനിക്കാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ദോശയാണ് ഇഷ്ടം, ഈ തട്ട് ദോശയൊക്കെ പോലെ. ഇവിടെ ഉള്ളവർക്കൊന്നും ബാക്കി ആർക്കും ഇങ്ങനത്തെ ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ എനിക്ക് വേണ്ടിയിട്ട് ആദ്യം ഇങ്ങനത്തെ ദോശ ഉണ്ടാക്കി. പിന്നെ ഏട്ടനാണെങ്കിൽ ഏട്ടൻ കഴിക്കാൻ വരുമ്പോഴേക്കും ഞാൻ ഉണ്ടാക്കി കൊടുക്കാറുള്ളൂ. അവർക്കൊക്കെ മൊരിഞ്ഞിട്ടുള്ള ദോശയാണ് വേണ്ടത്. അപ്പോൾ ഞാനത് വേഗം ഉണ്ടാക്കാൻ വെച്ചിട്ട് പിന്നെ ഒരു ഗ്ലാസ് ചായയൊക്കെ എടുത്ത് പ്രകൃതി രമണിയൊക്കെ ഒന്ന് ആസ്വദിച്ചിട്ടിരുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ പിന്നെ തിരുമ്പാനുള്ള കാര്യങ്ങൾക്കൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറേ ലോഡ് തുണികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒന്നരാടാണ് തിരുമ്പലുള്ളൂ. അപ്പോൾ അത് വേഗം തിരുമ്പാൻ നിന്നു. ഇന്നാണെങ്കിൽ ഏട്ടന് പണിയില്ലാത്ത ദിവസമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏട്ടൻ പണിക്ക് പോകുമ്പോൾ ഇടുന്ന ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞാൻ സോപ്പ് പൊടിയിൽ ചൂടുവെള്ളം ഒഴിച്ചിട്ട് വെക്കുകയാണ് ചെയ്യാറ്. കാരണം അത്രയ്ക്കും ചളി ഉണ്ടാവും, അതേപോലെ തന്നെ ഓരോരോ കറകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ചൂടുവെള്ളത്തിൽ സോപ്പ് പൊടി ഇട്ട് വെച്ച് കഴിഞ്ഞാൽ വേഗം അത് ഇളകി പൊക്കോളും. അത് കഴിഞ്ഞപ്പോൾ ഞാൻ വേഗം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ടിരുന്നു. പിന്നെയാണ് ഒരു ഗുസ്തി നടന്നത്. ഇവിടെ അപ്പൂന് ഫുഡ് കൊടുക്കലാണ്. അപ്പോൾ ഏട്ടൻ്റെ വകയാണ് ചെടി നനയ്ക്കലും കാര്യങ്ങളൊക്കെ. ഏട്ടൻ വീട്ടിലുള്ള ദിവസങ്ങളിലൊക്കെ അങ്ങനെയാണ്. അപ്പോൾ ഏട്ടൻ അമ്മേനെ കൊണ്ടുപോയി വന്നിട്ടുള്ള പരിപാടികളാണ് ഇതൊക്കെ ഏട്ടാ. അപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ അപ്പൂന് ഫുഡ് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞ് ഏട്ടൻ കഴിക്കാൻ വരാനായിരിക്കുമ്പോൾ ഏട്ടന് വേണ്ടിയിട്ടുള്ള ദോശ ഉണ്ടാക്കി. പിന്നെ ഉച്ചയ്ക്കാണെന്നുണ്ടെങ്കിൽ എനിക്കിങ്ങനെ കുറേ കറികളൊക്കെ ഉണ്ടാക്കാൻ എനിക്ക് ഭയങ്കര മടിയാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഇന്നൊരു വെജിറ്റബിൾ ബിരിയാണി തട്ടിക്കൂട്ടാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറേ പച്ചക്കറിയും കാര്യങ്ങളൊക്കെ ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടുള്ളതൊക്കെ ആകെ അരിഞ്ഞ് വെച്ച് പിന്നെ നമ്മുടെ തുണിയൊക്കെ അപ്പിക്ക് ഉണങ്ങി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വേഗം തോരടാനും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി. അത് കഴിഞ്ഞപ്പോൾ അപ്പുക്കുട്ടനെ വേഗം കുളിപ്പിച്ചെടുത്തു. ഇതിനെ കുളിപ്പിക്കുക എന്ന് പറഞ്ഞാലാണ് ഏറ്റവും മെനക്കെട്ട പണി. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ വേഗം കുക്കർ ബിരിയാണി ഉണ്ടാക്കാനുള്ള സെറ്റപ്പിലാണ് കേട്ടോ. അപ്പോൾ ഏട്ടനാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ അതും ഇതൊക്കെ പറഞ്ഞ് ഇൻസ്ട്രക്ഷൻസ് തരാൻ വരുന്നുണ്ട്. സഹായിക്കില്ലെങ്കിലും ഇൻസ്ട്രക്ഷൻസിനൊരു കുറവില്ല. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ മൊത്തത്തിലൊന്ന് അടുക്കി പെറുക്കി വെക്കാമെന്ന് വിചാരിച്ചു. അച്ഛനും മോനും കൂടി ഒന്ന് പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. ആ ഗ്യാപ്പിലാണ് ഇങ്ങനത്തെ പണികളൊക്കെ നടത്താൻ പറ്റുള്ളൂ. പക്ഷേ ഇതൊക്കെ ഞാൻ വെറുതെ എടുത്ത് വെക്കുകയാണ്. എടുത്ത് വെക്കണേൻ്റെ ഒപ്പം തന്നെ എൻ്റെ മോൻ തട്ടിമറിച്ച് താഴ്ത്തിക്കിടും ചെയ്യാറുണ്ട്. പിന്നെ അതൊക്കെ ഒതുക്കി വെച്ച് നേരെ അടിച്ചു വാരൽ കാര്യങ്ങളൊക്കെ കഴിച്ച് വീട്ടിൽ സാധാരണയുള്ള പണികളൊക്കെ ഞാൻ തന്നെ ചെയ്യണമല്ലോ, കാരണം നമ്മയില്ലല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചു പെറുക്കി വെക്കുകയായിരുന്നു. അതിൻ്റെ ഇടയിൽ നോക്കുമ്പോൾ ഇവൻ്റെ കളിപ്പാട്ടങ്ങൾ മൊത്തം അങ്ങനെ വെതറി കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ വേഗം കുപ്പിയിലാക്കി വെക്കുകയാണ്. അവൻ കണ്ടു കഴിഞ്ഞാൽ കുപ്പിയിലാക്കി എടുത്ത് വെക്കാനൊന്നും സമ്മതിക്കില്ല. അവൻ എപ്പോഴും ഇങ്ങനെ പരന്ന് കിടക്കണം അവൻ്റെ കളിപ്പാട്ടങ്ങൾ. അപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് കളിച്ചും കൊണ്ടാണ് ഞാനിതൊക്കെ ഒതുക്കി വെക്കുന്നത്. നമുക്കും വേണ്ട ഒരു റിലാക്സേഷനൊക്കെ. അത് കഴിഞ്ഞ് പിന്നെ മിറ്റൊക്കെ അടിക്കാനായിട്ട് നിന്നു. അങ്ങനെ മിറ്റടിക്കൽ കാര്യങ്ങളൊക്കെ തകൃതിയായിട്ട് പോകുന്ന സമയത്താണ് ഒരു കാര്യം ഓർമ്മ വന്നത്. ഏട്ടൻ്റെ വർക്കിംഗ് ഡ്രസ്സൊക്കെ ഞാൻ അവിടെ സോപ്പൊടിയിലിട്ട് വെച്ചിട്ടേ ഉള്ളൂ, അതൊന്നും കഴുകിയിട്ടുണ്ടായില്ല. അപ്പം ഞാൻ വേഗം അത് തിരുമ്പിടാൻ പോയിട്ടോ. ആ സമയത്താണ് അമ്മ വന്നത്. അങ്ങനെ അമ്മ വന്നിട്ട് കുറേ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ആദ്യം തോരട്ടിടാവുന്ന സാധനങ്ങളൊക്കെ ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വേഗം എടുത്ത് കൊടുന്ന് പിന്നെ നേരെ വിളക്കൊളുത്താനും കാര്യങ്ങളൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിളക്കൊളുത്തുന്നതിൻ്റെ ഒപ്പം തന്നെ അമ്മ പോയിട്ട് വേഗം അവിടുത്തെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടു. അത് കാരണം കൊണ്ട് നല്ലൊരു വെളിച്ചം വന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ അമ്മ പോയിട്ട് വേഗം ചായയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ വേഗം ടി വി ഒക്കെ കണ്ട് ചായയൊക്കെ കുടിച്ചു. പിന്നെ രാത്രിക്കാണെന്നുണ്ടെങ്കിൽ ചപ്പാത്തിയാണ് ഇപ്പോൾ സ്ഥിരം നടക്കുന്നത്. അപ്പോൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി. പിന്നെ നോക്കുമ്പോൾ ടി വിയിൽ കളി ഉണ്ടായിരുന്നു. അപ്പോൾ കളിയൊക്കെ കണ്ട് കുറച്ച് നേരം ഇരുന്നു. അപ്പോൾ കുട്ടനും ഉണ്ട് നമ്മുടെ കൂടെ കമ്പനിക്ക്. അവനാണെന്നുണ്ടെങ്കിൽ ക്രിക്കറ്റ് കളി കാണാനൊക്കെ ഇപ്പോൾ കുറച്ച് ഇൻട്രസ്റ്റ് ആയിരിക്കുന്നു. അപ്പോൾ അത്രയൊക്കെയായിരുന്നു അമ്മയില്ലാത്തൊരു ദിവസത്തെ വിശേഷങ്ങൾ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബായ്.